നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി ഈ വചനം അവരുടെ ഹൃദയത്തിൽ സ്പർശിച്ച് മാനസാന്തരമുണ്ടായി കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനും ആ അനുഭവം മറ്റുള്ളവരെ പങ്കുവെക്കുവാനും അനേകർ കർത്താവിൻ്റെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൽ നിത്യരക്ഷ പ്രാപിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളാകുവാൻ കനിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തരണമേ, വാക്കുകളെ തരണമേ, ആശയങ്ങളെ തരണം. കർത്താവ് തന്നെ സംസാരിക്കണം. ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം മുതലാണ്. 6-ാം വാക്യം ഞാൻ വായിക്കാം. നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങളിൽ സൽപ്രവൃത്തികൾ ആരംഭിച്ചവൻ കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കും എന്ന് എനിക്ക് ബോധ്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദിനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി നമ്മളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. ഇപ്പോൾ അവൻ രണ്ടാമത് വരും. അതിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ രണ്ടാമത്തെ വരവിനെയാണ് യേശുക്രിസ്തുവിൻ്റെ ദിനം എന്ന് നമ്മൾ പറയുന്നത്. യഹോവയുടെ നാളെന്ന് പറയാറുണ്ട്, യേശുവിൻ്റെ നാൾ എന്ന് പറയാറുണ്ട്. അതെല്ലാം ഈ കർത്താവിൻ്റെ ദിനമെന്ന് പറയുന്ന രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിക്കുന്ന ആ ദിനത്തെക്കുറിച്ചാണ്. കർത്താവിൻ്റെ ഈ രണ്ടാമത്തെ വരവ് എപ്പോഴാണ് സംഭവിക്കുക? ഒന്നാമത്തെ വരവ് കഴിഞ്ഞു, അവൻ ക്രൂശിക്കപ്പെട്ടു. അത് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് അർപ്പിക്കപ്പെട്ട ബലിയാണ്. അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് അങ്ങ് പോകുന്നു. എപ്പോഴാണ് രണ്ടാമത്തെ വരവ്? മലാക്കി പ്രവാചകൻ സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ ദിനം ആസന്നമാണ്. അത് കർത്താവ് നമ്മളോട് അരുളി ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. മലാക്കി പ്രവചനം 4-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. അവൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. അപ്പോൾ എപ്പോഴാണ് വരുന്നതെന്ന് ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്തൊരു സൂചന തന്നിരിക്കുന്നത് പ്രവാചകനായ ഏലിയായെ ഈ രണ്ടാമത്തെ വരവിന് മുമ്പ് ഇങ്ങോട്ട് അയക്കും. അപ്പോൾ ഏലിയ വന്നെന്ന് പൂർത്തിയായെന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ എന്നാൽ പിന്നെ രണ്ടാമത്തെ വരവ് അങ്ങ് അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഒരടയാളം തന്നിരിക്കുന്നത്. എന്നിട്ട് ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്: ഈ ദേശം ശാപം കൊണ്ട് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. കാര്യം അത്രമാത്രം തെറ്റ്, പാപം, വേണ്ടാത്ത അകൃത്യങ്ങളെല്ലാം ഇവിടെ നടക്കുകയാണല്ലോ. അപ്പോൾ ഇത് നശിപ്പിക്കപ്പെടും, അത് തീർച്ചയാണ്. അപ്പോൾ നശിപ്പിക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്, ദീർഘക്ഷമ. അതുകൊണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. എന്തിനാണ്? പാപികളും അനുദപിക്കണം, അതിനൊരു അവസരം കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പാപികളെ ഇങ്ങനെ ദൈവം ഇങ്ങനെ പാപം ചെയ്യാൻ ഇങ്ങനെ സമയം കൊടുക്കുന്നത്? പാപം ചെയ്യാനുള്ള സമയമല്ല, പാപത്തിൽ നിന്ന് അനുതാപത്തിലേക്ക് വരാനുള്ള ഒരു സമയം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. നോക്കുന്നു, അത്രയേ ഉള്ളൂ. അത് പറ്റുന്നില്ലെങ്കിൽ അത് ആ ശാപത്തിൽ അവൻ വീണ് പോകും. അപ്പം പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്ക്, മക്കളുടെ ഹൃദയത്തെ പിതാക്കന്മാരിലേക്കും ഒക്കെ തിരിക്കുക എന്നുള്ളത് ഈ വരാനിരിക്കുന്ന ഏലിയായുടെ ഒരു പ്രവർത്തനമാണ്. മക്കളുടെ ഹൃദയത്തെ പിതാക്കന്മാരിലേക്ക്
അനുസരിക്കപ്പെടാത്തത് കൊണ്ടാണ് ചില മാതാപിതാക്കളെ മക്കൾ കത്തി കൊണ്ട് കുത്തി അങ്ങ് കൊല്ലുന്നത്. അവരുടെ ഹൃദയം പിതാവിലേക്ക് തിരിഞ്ഞിട്ടില്ല. തിരിച്ചും സംഭവിക്കുന്നു, അത് നമുക്ക് അറിയാം. മത്തായി 11:14 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. അതെ, യേശുക്രിസ്തു പറഞ്ഞൊരു വാചകമാണ്. സ്നാപക യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശുക്രിസ്തു പറയുകയാണ്, ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. അതുകൊണ്ട് ഒരു സംശയം നമുക്ക് നീങ്ങിക്കിട്ടണം. സ്നാപക യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു കർത്താവ് എന്തിനാണ് ഏലിയ ആണിവൻ എന്ന് പറയാൻ കാരണം, അതായത് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ഒന്നാമത്തെ വരവ്, മനുഷ്യാവതാരം, ക്രിസ്തു വരുന്ന കാര്യത്തെക്കുറിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അങ്ങനെ പ്രതീക്ഷയാണ് അവർക്ക്. പക്ഷെ പ്രതീക്ഷ അനുസരിച്ച കർത്താവ് വന്നപ്പോൾ അവർക്ക് ഇവൻ തന്നെയാണ് ക്രിസ്തു എന്ന് മനസ്സിലായില്ല. അപൂർവം ചിലർക്ക് മനസ്സിലായി, പത്രോസിന് മനസ്സിലായി, പക്ഷെ പൊതുവിൽ യഹൂദർക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് അവർ ചോദിക്കുക, അപ്പോൾ ഇത് അങ്ങനെ ക്രിസ്തു ഇവിടെ വരാനാണെങ്കിൽ അതിന് അടയാളങ്ങളുണ്ടല്ലോ. ഒരടയാളമാണ് ഏലിയ വരുമെന്നുള്ള കാര്യം. അതവർ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട് പഴയ നിയമ പുസ്തകത്തിൽ. ഏലിയ വരുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് പറഞ്ഞാൽ ഏലിയ വന്നു കഴിഞ്ഞു, അതാണ് സ്നാപക യോഹന്നാൻ വഴി ഒരുക്കുവാൻ വേണ്ടി നേരത്തെ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏലിയ പ്രവാചകൻ്റെ ആത്മാവോട് ചൈതന്യത്തോടു കൂടി വരുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതവർക്ക് മനസ്സിലാകാഞ്ഞത് കൊണ്ടായിരിക്കും. അപ്പോൾ ഇവനാണ് സ്നാപക യോഹന്നാൻ. അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, ഇവനാണ് ഏലിയ, വരാനിരിക്കുന്ന ഏലിയ. വന്നു കഴിഞ്ഞു. അപ്പോൾ ഏലിയ ഇങ്ങോട്ട് വരാഞ്ഞത് കൊണ്ടാണ് ക്രിസ്തു വരാഞ്ഞതെന്നൊന്നും ഇനി ആരും സംശയിക്കേണ്ട. ഏലിയ വന്നു കഴിഞ്ഞു, ഇതാ ഞാനിവിടെ നിൽക്കുകയും ചെയ്യുന്നു. ഇതാ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ നമ്മൾ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ് ഇപ്പം ചിന്തിക്കുന്നത്. കാര്യം യഹൂദജനം ഒന്നാമത്തെ വരവിനെക്കുറിച്ച് കാത്തിരുന്നവർ ചിലർ വന്നപ്പം കണ്ടു, മനസ്സിലാക്കി. കുറേ പേര് മനസ്സിലാക്കിയില്ല, അതങ്ങ് കഴിഞ്ഞു. ഇനി ഒരു പുതു യുഗമാണ്, കൃപയുടെ യുഗം. നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നു. ഇപ്പോഴും നമ്മളൊരു കാര്യം കാത്തിരിക്കുക, അവൻ രണ്ടാമത് വരും. അപ്പോൾ ഒരു കാത്തിരിപ്പിൻ്റെ സമയമുണ്ട്, പ്രതീക്ഷയെന്ന് പറയും. ആ പ്രതീക്ഷയുടെ നമ്മളായിരിക്കുക. നമ്മളും കർത്താവ് രണ്ടാമത് വരുന്നതിനെക്കുറിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പം ഒരു ക്രിസ്ത്യാനിയെ നടത്തുന്ന 3 കാര്യങ്ങൾ, 3 വാക്കുകളാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൽ, പ്രത്യാശിക്കുന്നു അവൻ്റെ രണ്ടാമത്തെ വരവിൽ, വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെ സ്നേഹമുള്ള ഒരു ജീവിതം, ദൈവത്തെയും സഹോദരന്മാരെയും എല്ലാവരെയും, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന അവസ്ഥ. ഈ 3 വാക്കുകളാകുമ്പോൾ ഒരു ക്രിസ്ത്യാനിയാകും. അപ്പം നമ്മൾ പ്രതീക്ഷയിലിരിക്കുകയാണ്. വരുമെന്ന് നമുക്ക് സംശയമൊന്നുമില്ല. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരാൾ, ബസ് വരും, അവർക്കറിയാം സമയമുണ്ട്, വരും, കാത്തിരിക്കുകയാണ്. നമ്മളും കാത്തിരിക്കുകയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എന്ന് അർത്ഥം. ഈ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു കറക്റ്റ് ഇന്ന ഡേറ്റിൽ എന്ന് പറയാൻ കർത്താവ് അത് വെളിപ്പെടുത്തിയിട്ടില്ല. അതാണ് എൻ്റെ വാസ്തവം. കർത്താവിൻ്റെ ദിനം എപ്പോഴാണെന്നുള്ള അറിയാൻ ആഗ്രഹം നമുക്കുണ്ട്, പക്ഷേ അറിയത്തില്ല നമുക്ക്. അതുകൊണ്ട് നാം ഉണർന്നിരിക്കണം, ഒരുങ്ങിയിരിക്കണം. എപ്പം വന്നാലും പോകാൻ റെഡിയായിട്ടിരിക്കണം. വന്നു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ റെഡിയായിട്ട് വരാം എന്നല്ല. നമ്മൾ റെഡി, തയ്യാറായി, ഒരുങ്ങിയിരിക്കണം. കർത്താവ് ഇങ്ങോട്ട് വരും, നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. തയ്യാറായിട്ടിരിക്കണം. ആ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. യേശു ഒരാളോട് ഒരു ഉപമ പറഞ്ഞില്ലേ, ധനവാനായ ഭോഷനായ ഒരു ധനികൻ, ഒരു കൃഷിക്കാരൻ ധാരാളം ഉണ്ടാക്കി വെച്ചു. അങ്ങ് അറപ്പുരകൾ ശേഖരിക്കാൻ വയ്യാത്ത പോലെ അങ്ങ് ഉണ്ടായി. എല്ലാം അങ്ങ് കറക്റ്റായിട്ട് ശേഖരിച്ചങ്ങ് വെച്ചിട്ട് ചാരുകസാരകൾ കിടന്ന് ഇങ്ങനെ ചിന്തിക്കുന്നത്, എത്ര നാളത്തേക്കുണ്ട്, ഇനി ഒന്നും ചെയ്തില്ലേലും അങ്ങ് സുഖമായിട്ടങ്ങ് ഇരിക്കാം. കർത്താവ് ചോദിക്കുന്നു, ഭോഷ എന്നാണ് വിളിച്ചിരിക്കുന്നത്, ഇന്ന് ഈ രാത്രി നിൻ്റെ ആത്മാവിനെ
നിന്നിൽ നിന്ന് തിരികെ ഇങ്ങനെ ഞാൻ ചോദിച്ചാലേ ആത്മാവിന് പകരമായിട്ട് നീ എന്ത് കൊടുക്കും? അതുകൊണ്ടാണ് പോഷൻ എന്ന് പറഞ്ഞത്. പിന്നൊന്നും കൊടുക്കാൻ അവൻ്റെ കയ്യിലില്ല. ഇത് ഈ ചക്കയും പേനായും കുരുങ്ങളും വന്നോ സ്വർഗത്തിലോട്ട് കൊണ്ടുവന്നേ, കൊണ്ടുപോകാനും ഒക്കത്തില്ല. അപ്പം നീ എന്ത് പകരം കൊടുക്കും? ആത്മാവിന് പകരം ഒന്നും കൊടുക്കാൻ നിൻ്റെ കയ്യിലില്ല. പോഷ എന്ന് വിളിക്കാൻ കാരണം അതാ. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. സഹോദരരെ, 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് രേഖപ്പെടുത്തുകയാണ്. സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ട കാര്യമില്ല. കാരണം രാത്രിയിൽ കള്ളരെന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സമാധാനവും ഭദ്രതയുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിവദിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയുമില്ല. ഒരു കാര്യം ഇതിൻ്റെ അകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. കർത്താവെ രണ്ടാമത്തെ വരവെന്നാണെന്ന് ശിഷ്യന്മാരൊക്കെ ഇടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട്. കർത്താവ് കറക്റ്റായിട്ടുള്ളൊരു ഡേറ്റ് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. പക്ഷേ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയാണ്. ഒരു കാര്യം ഇവിടെ ഈ വാചകത്തിൽ പറയുന്നത് പൗലോസ് നമ്മളോട് സൂചിപ്പിക്കുകയാണ്. രാത്രിയിൽ കള്ളൻ എന്നതുപോലെ കർത്താവിൻ്റെ ദിവസം വരും. കള്ളൻ നമ്മളോട് ആരോടും രാത്രി 11:30 മണിക്ക് ഞാൻ അങ്ങോട്ട് വരും, നിങ്ങൾ മാറി അങ്ങോട്ട് നിൽക്കണം, ഞാൻ അങ്ങോട്ട് കയറി മോഷ്ടിച്ചുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ കള്ളൻ വരുന്നത്. നമ്മളറിയാത്തൊരു സമയത്താണ് കള്ളൻ വരുന്നത്. അല്ലെങ്കിൽ അത് കള്ളനാകുന്നില്ലല്ലോ. കർത്താവ് വരുന്നത് നമ്മളോട് ഇന്ന ഡേറ്റ് വരുമെന്ന് അങ്ങോട്ട് പറഞ്ഞിച്ച് അങ്ങനെ അങ്ങ് വരുമല്ല എന്നർത്ഥം. അതാണ് കള്ളൻ എന്നതുപോലെ എന്ന് പ്രയോഗിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും വരുന്നത് എന്ന് ചുരുക്കം. ഒരു കാര്യം നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, സമാധാനവും ഭദ്രതയുമാണ് എന്ന് പറയുന്ന ഈ യേശു വരുന്നതിന് മുമ്പ് ഒരു ചെറിയ കാലഘട്ടം, അങ്ങനെയാണ് നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എല്ലാവരും പറയും, അയ്യോ എന്തൊരു സമാധാനമാണ് നമ്മുടെ ഈ ഭൂമിയിൽ, നാട്ടിൽ സമാധാനം ഭദ്രതയുമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് കർത്താവ് ഇങ്ങനെ വരുന്നത്. അത് ബൈബിളിലുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. സമാധാനവും ഭദ്രതയുമാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ. അപ്പം യുദ്ധം നടക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ആ കാലഘട്ടത്തെങ്കിലും കുറച്ച് നാളത്തേക്ക് സമാധാനവും ഭദ്രതയുമായിട്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു സന്തോഷം എന്നെല്ലാവരും പറയും, സമാധാനമാണല്ലോ എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കർത്താവ് ഇങ്ങനെ വരുന്നത്. അതൊന്ന് കമ്പയർ ചെയ്ത് യേശു കർത്താവ് പൗലോസ് പറഞ്ഞിരിക്കുന്ന വാക്കിതാണ്, ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന്. ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുമെന്നുള്ളത് ആ സ്ത്രീക്ക് അറിയാം. അത് പ്രതീക്ഷിക്കുകയും അത് ഇങ്ങനെ സംഭവിക്കാൻ കാത്തിരിക്കുകയുമാണ്. പക്ഷേ എപ്പോഴാണെന്നറിയത്തില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് വേദന ഇങ്ങ് വരിക. അതുപോലെ അങ്ങ് വരുമെന്നാണ് യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ കുറിച്ചും പറയുന്നത്. വരുമെന്ന് നമുക്കറിയാം. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങ് വരും. അപ്പോൾ ചില നാശങ്ങളൊക്കെ ഉണ്ടാകും. ആ നാശം ചിലരുടെ മേലെ പെട്ടെന്നാണ് അത് നിബന്ധിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ വിചാരിച്ചാൽ കർത്താവ് ആരെയാണ് നശിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, അവർ രക്ഷപ്പെട്ടു പോകത്തില്ല എന്നർത്ഥം. പത്രോസിൻ്റെ ഈ ലേഖനത്തിലും കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ച് സൂചനയുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായം 10-11 വാക്യം. പത്രോസ് ഈ കാര്യം തന്നെയാണ് പറയുന്നത്. പൗലോസ് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. അവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. 10-11 3-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞത് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഇങ്ങോട്ട് വരുമ്പോഴേ ആകാശം അപ്രത്യക്ഷമാകും. പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ ഉണ്ടാകുമെന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന ആകാശം അപ്രത്യക്ഷമാകും. ആരും അറിയാതെ പതുക്കുകയല്ല,
വലിയൊരു ശബ്ദത്തോടുകൂടി. ആ പ്രകൃതിയിൽ അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് ജനം എല്ലാവരും അറിയും. ആകാശം വലിയ ശബ്ദത്തോടുകൂടി അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. മൂലപദാർത്ഥങ്ങൾ എന്നുള്ളതിന് ഇംഗ്ലീഷ് ബൈബിളിൽ ആറ്റം എന്നാണ് എഴുതിയിരിക്കുന്നത്. സയൻസ് കണ്ടുപിടിച്ച ഒരു വലിയ കാര്യമായി ആറ്റം, ചെറിയ സംഗതി വലിയ കാര്യമായിട്ട് കണ്ടുപിടിച്ചു. ആറ്റം ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടായി, പിന്നെ വസ്തുക്കൾ ഉണ്ടാകുന്നു. ഇതാണല്ലോ സയൻസ് പഠിപ്പിക്കുന്നത്, കെമിസ്ട്രിയിൽ അങ്ങനെ പഠിപ്പിക്കുന്നത്. ആറ്റം വേണം. വെള്ളമെന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും ആറ്റമുണ്ട്. H2O, 2 ഹൈഡ്രജൻ്റെ ആറ്റം, ഓക്സിജൻ്റെ ഒരു ആറ്റം ചേർന്ന് വരുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു മോളിക്യൂളാകും. ഇങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാ വസ്തുക്കളും ആറ്റം ചേർന്നുണ്ടായതാണ്. ആറ്റത്തിനെയാണ് മൂലപദാർത്ഥം എന്ന് പറയുന്നത്. അപ്പം മൂലപദാർത്ഥം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ആറ്റം എന്ന് എഴുതിയിരിക്കുന്നത്. അതിനെന്ത് സംഭവിക്കും? എരിഞ്ഞ് ചാമ്പലാകും. ശാസ്ത്രജ്ഞന്മാർ എത്രയോ നാൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമായി ആറ്റത്തെ പിന്നെ പൊട്ടിക്കാനൊക്കത്തില്ലെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ശാസ്ത്രജ്ഞന്മാർ പിന്നീട് പറഞ്ഞു ആറ്റത്തെ പൊട്ടിക്കാം, അതിനകത്ത് എനർജി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ ആറ്റത്തെ പൊട്ടിച്ചുള്ള എനർജി വെളിയിലോട്ട് വിടുമ്പോഴാണ് ആറ്റം ബോംബെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെല്ലാം കൊല്ലുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇതെല്ലാം ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ വിചാരിച്ചത് ആറ്റത്തെ പൊട്ടിക്കാനൊക്കത്തില്ല, നശിക്കത്തില്ലെന്നാണ് വിചാരിച്ചത്. എല്ലാം ഇങ്ങനെ ഇല്ലാതാക്കി അവസാനം ആറ്റം വരെ വരും, പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആറ്റവും ഇങ്ങനെ പൊട്ടിക്കാം, എനർജി ഇങ്ങനെ ഉണ്ടാകും. അതാണ് ആറ്റം ബോംബിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ അത് സംഭവിക്കും. അപ്പോൾ ഇവിടെ പത്രോസ് ഈ ആറ്റം പൊട്ടിക്കുന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, മൂലപദാർത്ഥങ്ങൾ ആറ്റംസ് എരിഞ്ഞ് ചാമ്പലാകും. എരിയുക എന്ന് പറയുമ്പോൾ തന്നെ അഗ്നിയല്ലേ, അഗ്നി കൊണ്ടല്ലേ എരിഞ്ഞു പോകുന്നത്. അപ്പോൾ അത് പൊട്ടി വലിയ അഗ്നി ഉണ്ടായി, അതും അങ്ങ് ചാമ്പലാകും. ലോകം പ്രദേശമെല്ലാം ചാമ്പലാകും. അപ്പോൾ പത്രോസ് പറയുന്നത് വേറൊരു കാര്യം, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. അപ്പോൾ ഈ ബോംബ് വീണ് നശിക്കുമെന്ന് നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ അർത്ഥം വരും. മൂലപദാർത്ഥങ്ങൾ പൊട്ടുന്നു, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. കത്തി നശിക്കുന്ന തീയുള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ ഭൂമിയും അതിലെ എല്ലാ പദാർത്ഥങ്ങളും നശിക്കുന്നു. ആറ്റം ബോംബ് വീണ് ഇവിടെ എല്ലാം അങ്ങ് നശിക്കുന്നെന്ന ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ. ഇനി ഇതൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മളെന്ത് ചെയ്യണമെന്നാണല്ലോ നമ്മളറിയേണ്ടത്. അത് പത്രോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവയെല്ലാം നശ്വരമാണ്. ആകാശം ഇല്ലാതാകുന്നു, ഭൂമി കത്തി നശിക്കുന്നു. പിന്നെ എന്താണ് അനശ്വരമായിട്ടിരിക്കുന്നത്? എല്ലാം നശ്വരമാണ്. കർത്താവ് ഭോഷനായ കൃഷിക്കാരനോട് ചോദിച്ചില്ലേ, നീ എന്ത് തരും ബാക്കി? ഞാൻ നിൻ്റെ ജീവനെയും വിളിക്കുക. ഇവയെല്ലാം നശ്വരമാകയാൽ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം. നമ്മൾ ജീവിക്കണം, ആത്മഹത്യ ഒന്നും ചെയ്യണ്ട. എങ്ങനെ ജീവിക്കണം? വിശുദ്ധിയോടുകൂടി ജീവിക്കണം, ദൈവഭക്തിയോടുകൂടി ജീവിക്കണം. 2 വാക്കുകളാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വിശുദ്ധിയോടുകൂടി ജീവിക്കണം, 2 ദൈവഭക്തിയോടുകൂടി ജീവിക്കണം. വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ പറഞ്ഞാൽ നാം വിശുദ്ധരായിരിക്കണം. പാപത്തിൻ്റെ അംശമൊന്നും അതിൽ കടന്ന് കയറരുത്. ഇരുട്ട് അകത്തുണ്ടാകരുത്. വെളിയിൽ നമ്മൾ ഇരുട്ടിലല്ല നിൽക്കേണ്ടത്. യൂദ ഇരുട്ടിലേക്ക് പോയെന്ന് പറയുന്ന പോലെ നമ്മൾ ഇരുട്ടിലേക്ക് പോകണ്ട. നമ്മൾ വെളിച്ചത്തിൽ നിൽക്കണം. നമ്മുടെ ഉള്ളിലും വെളിച്ചമാകണം. വിശുദ്ധമായിരിക്കണം. അതാണ് വിശുദ്ധി. വിശുദ്ധിയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ വിശുദ്ധരാണ്. വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവവിശേഷമാണ്. പരിശുദ്ധാത്മാവാകുന്ന വിശുദ്ധി നമ്മളിലേക്ക് ആകുമ്പോൾ നമ്മൾ വിശുദ്ധരാകും. ഒഴിഞ്ഞ പാത്രമായിട്ട് ഇട്ടാൽ പോരാ, അത് നിറയ്ക്കണം പരിശുദ്ധാത്മാവിനെ കൊണ്ട്. അപ്പോൾ നാം വിശുദ്ധി നിറഞ്ഞു നിൽക്കും. ഒഴിഞ്ഞ കൽഭരണികൾ വെള്ളം കൊണ്ട് നിറയ്ക്കാൻ പറഞ്ഞില്ലേ? വിശുദ്ധി കൊണ്ട് നിറയ്ക്കണം. പരിശുദ്ധാത്മാവ്, പരിശുദ്ധനായ ആ ആത്മാവ് കൊണ്ട് നമ്മളെ നിറയ്ക്കണം. അതാണ് പത്രോസ് പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദൈവഭക്തി ഉണ്ടായിരിക്കണം. ദൈവത്തോട് ഭക്തിയുള്ളവരായിരിക്കണം. ഭക്തി എന്ന് പറഞ്ഞാൽ
ആരാധന അർപ്പിക്കുന്നവരായിരിക്കണം, ഭയമുള്ളവരായിരിക്കണം, ദൈവഭയമുള്ളവരായിരിക്കണം. പഴയ നിയമത്തെ നമുക്കറിയാമല്ലോ. മോശ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവമാണെന്ന് തന്നെ അറിയാതെ അങ്ങോട്ട് ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, നില്ലേ കാലയിലെ ചെരുപ്പ് അങ്ങോട്ടൊന്ന് മാറ്റി അഴിച്ചു വെക്ക്, കാരണം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാകുന്നു. ദൈവം ഇറങ്ങി വന്നിരിക്കുക സംസാരിക്കാൻ. വിശുദ്ധമാണ്, ഭയഭക്തിയോടുകൂടി വേണം അങ്ങോട്ട് പെരുമാറാൻ. അല്ല ഇഷ്ടം പോലെ അങ്ങ് ചെയ്താൽ പോരാ, ദൈവഭക്തി ഉണ്ടായിരിക്കണം. അവനെ വളരെ ആദരവോടുകൂടി നമ്മൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ, വേറെ ആരെ ആരാധിച്ച് കളയരുത്. ആരാധനയ്ക്ക് യോഗ്യനായ ഒരാളേ ഉള്ളൂ, ദൈവം. ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, വേറെ ആരെ ആരാധിക്കരുത്. അതാണ് ദൈവഭക്തിയുടെ ഒരു ലക്ഷണം. നാം അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്ന പറയുന്നതൊക്കെ സൈഡ് ബിസിനസ്, അതൊന്നും ചെയ്യണ്ട. കർത്താവിനോട് ചോദിച്ചാൽ മതി. നമുക്കൊത്തിരി കൃതജ്ഞത സമർപ്പിക്കാനുണ്ട്. അത് കർത്താവില്ലേ നമുക്കെല്ലാം തന്നത്. നമുക്ക് തന്നതിനെ എല്ലാത്തിനെയും കുറിച്ച് നന്ദിയുള്ളവരായിരിക്കണം. എപ്പോഴും നമ്മുടെ അതിരത്തിൽ നിന്ന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കണമെന്നാണ് പത്രോസും പൗലോസും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃതജ്ഞതയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ആദരവോടുകൂടി നിന്ന് മുട്ടുകുത്തി നിൽക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ വീണ് കർത്താവിനോട് പ്രാർത്ഥിക്കണം. എന്താവശ്യമുണ്ടെങ്കിലും കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവ് തരും. ചോദിക്കുവിൻ നിങ്ങൾക്ക് തരപ്പെടും. അങ്ങ് ചോദിച്ചാൽ മതി, അവൻ നമ്മുടെ പിതാവല്ലേ. ചോദിക്കുമ്പോൾ തരാമെന്ന് കർത്താവിൻ്റെ വാക്കാണ്. അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഭക്തിയോടുകൂടി നിൽക്കാൻ പറഞ്ഞത്. ആ വിശ്വാസം നമുക്കുണ്ടാകണം. അവനാണ് രക്ഷകനെന്നുള്ള വിശ്വാസം. വിശുദ്ധിയിൽ ജീവിക്കുകയും ദൈവഭക്തിയോടുകൂടി ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് ചെയ്യാൻ നമ്മൾ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. അങ്ങനെയൊക്കെ വന്നാൽ കർത്താവ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട. ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. 1ാം റാങ്ക് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്ന MBBS ടെസ്റ്റിന് എനിക്ക് 1ാം റാങ്ക് കിട്ടണമെന്ന് വിചാരിക്കുന്നെങ്കിൽ അവനത് പഠിക്കണ്ടേ, ശുഷ്കാന്തിയോടുകൂടി പഠിക്കണ്ടേ. അല്ലാതെ വല്ലപ്പോഴും ഒന്നെടുത്ത ബുക്ക് എടുത്തൊന്ന് മറിച്ച് നോക്കി ഒരു പേജ് പഠിച്ചെന്ന് പറഞ്ഞാൽ മതിയോ? ശുഷ്കാന്തിയോട് പഠിക്കണം. നമ്മൾ വിശുദ്ധിയോടുകൂടിയും ദൈവഭക്തിയോടുകൂടിയും ജീവിക്കണമെന്ന് പറയുമ്പോൾ പത്രോസ് പറയുന്നു ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഒത്തെങ്കിൽ ജയിച്ചപ്പുറത്തോട്ട് വീഴട്ടെന്നല്ല, നല്ല ഉറപ്പോടുകൂടി ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കണം. ഇനി നമ്മൾ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. അല്ല, കർത്താവ് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് പരിശോധിക്കാം. കർത്താവിൻ്റെ 2ാം വരവ് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാചകം നമുക്ക് ശ്രദ്ധിക്കാം. 1, ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രധാന പുരോഹിതൻ യേശുവിനോട് ചോദിച്ചു, നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ? പ്രധാന പുരോഹിതനാണ്, അതാണ് അറിയേണ്ടത്. ക്രിസ്തു വരുമെന്നൊക്കെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നീ ഇങ്ങനെ ഞാൻ ക്രിസ്തുവാണെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് അറിയണം എന്നുള്ളൊരു ധാരണ കൊണ്ട് തന്നെ ആയിരിക്കും ഈ പ്രധാന പുരോഹിതൻ യേശുവിനോട് ചോദിക്കുക, നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ? അവർക്കതാണ് അറിയേണ്ടത്, എല്ലാവർക്കും അതാണ് അറിയേണ്ടത്. ക്രിസ്തു, ഈ നിൽക്കുന്ന ആളാണോ ക്രിസ്തു? മത്തായിയുടെ സുവിശേഷം 26:64 യേശു കൊടുത്ത മറുപടി എഴുതിയിരിക്കുന്നു. യേശു അവനോട് പറഞ്ഞു, നീ പറഞ്ഞുവല്ലോ എന്നുള്ള ഹെബ്രായരുടെ ഭാഷയുടെ ഒരു പ്രത്യേക രീതിയാണത്. നീ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞത് ശരി തന്നെ എന്നതിൻ്റെ അർത്ഥം. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്ത് ഭാഗത്തെ ഉപവിഷ്ടനാകുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. ഇപ്പം 2ാമത്തെ വരവ് വാനമേഘങ്ങളിലാണ്. ആദ്യത്തേത് ഒരു സാധാരണ മനുഷ്യൻ പ്രസവിക്കപ്പെടുന്നത് പോലെ തന്നെ മാതാവിൻ്റെ കന്യകമറിയത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഒരു ശിശുവായി ജനിച്ചു. അത് ആദ്യത്തെ വരവ്. 2ാമത്തെ വരവ് വാനമേഘങ്ങളിൽ ഇങ്ങനെ വരും, അത് നിങ്ങൾ കാണുമെന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ യേശു തന്നെ നേരിട്ട് സ്വന്തം വചനം, സ്വന്തം അധരങ്ങൾ കൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ 2ാമത് വരും വാനമേഘങ്ങളിൽ.
വേറൊന്ന് യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയപ്പോൾ സംഭവിക്കുന്നൊരു കാര്യമാണ്. ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗാരോഹണം ചെയ്തു. അവൻ അവിടെ നമുക്ക് വേണ്ടി വാസസ്ഥലങ്ങൾ ഒരുക്കുകയാണ്. ഇപ്പോൾ അതാണ് കർത്താവിൻ്റെ ഒരു ജോലി. സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ അവൻ വീണ്ടും വരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. ആ വീട് ഞാൻ പണിതുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. അത് പൂർത്തി കഴിക്കുമ്പോൾ ഞാൻ വീണ്ടും വരും, വന്നിട്ട് നിങ്ങളെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും. അപ്പം യേശു കർത്താവ് തന്നെ പറഞ്ഞ വാചകങ്ങളാണത്. ഇനി ദൂതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് യേശു വരുമെന്ന കാര്യം. യേശു സ്വർഗാരോഹണം ചെയ്ത അവസരത്തിലെ ശിഷ്യന്മാർ താഴെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് യേശു ഇങ്ങനെ പറന്ന് അങ്ങ് പോകുന്നത്. അവരത് കണ്ടു. ആ അവസരത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് അവർ നിന്നു. 2 ദൂതന്മാർ യേശു തിരിച്ചു വരും എന്ന് താഴെ നോക്കിയിരുന്ന അപ്പോസ്തലന്മാരോടും ശിഷ്യന്മാരോടുമായിട്ട് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ, അപ്പോസ്തലന്മാരും മറ്റ് ശിഷ്യന്മാരും, നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഇവരിങ്ങനെ ആകാശത്തിലേക്ക് നോക്കുക. യേശു ഇങ്ങനെ പറന്നങ്ങ് വെള്ളോട്ട് പോകുന്നു. നോക്കിക്കൊണ്ടങ്ങ് നിന്നു. ഇത്രയും നാൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയല്ലേ അത്. അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഒരു മേഘം വന്ന യേശുവിനെ അങ്ങ് മറച്ചു. 2 മാലാഖമാർ വെള്ളവസ്ത്രം ധരിച്ചവരാണ് വന്ന് പറഞ്ഞു, എന്തിനാ ഗലീലിയക്കാരായ ആൾക്കാരെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? അവൻ പോയതുപോലെ തന്നെ തിരിച്ച്, നിങ്ങളത് കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് യേശു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ആ വാക്കിൽ നിന്ന് നമ്മൾ സാക്ഷ്യം പറയുവാൻ നിയോഗിക്കപ്പെട്ടവരാണെന്ന് വ്യക്തമായി. കർത്താവ് പറഞ്ഞു നിങ്ങൾ സാക്ഷികളാകും. അപ്പോൾ സാക്ഷ്യം പറയാനുള്ള ജോലി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ദൂതന്മാർ ചോദിക്കുക, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആകാശത്തിലിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനല്ലല്ലോ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളോട് പറഞ്ഞത് സുവിശേഷം പ്രസംഗിക്കണം, എൻ്റെ സാക്ഷികളാകണം. അപ്പോൾ ഇനി അത് ചെയ്യാനുള്ള സമയമായി. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ, സുവിശേഷ വേലയ്ക്കുള്ള സമയം ആയിരിക്കുന്നു, അതിലേക്ക് പ്രവേശിക്കുവാൻ സമയമായിരിക്കുന്നു എന്നാണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലി അതൊരു പ്രാവശ്യം നടന്നു കഴിഞ്ഞു. ഇനിയും 2ാമത് വരുന്നത് എന്തിനാണ്? അവനെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഭവനം പണിത് അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ, അതിനാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ പറയുന്നു, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം. പൊതു തത്വമായിട്ട് ബൈബിളിൽ മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം. 2 പ്രാവശ്യമല്ല, ഒരു പ്രാവശ്യം. ഇനി 2 പ്രാവശ്യം മരിച്ചവരുണ്ടോ എന്നൊക്കെയുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം മരണത്തിന് ശേഷമാണ് നമുക്കൊരു ഫൈനൽ ജഡ്ജ്മെൻറ്റ്, വിധി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും. കർത്താവ് ഒരു പ്രാവശ്യമാണ് അർപ്പിക്കപ്പെട്ടത്. അത് അനേകരുടെ പാപങ്ങളുടെ പരിഹാരമാണ്. ഈ ഒരു പ്രാവശ്യത്തെ മരണമെന്ന് എടുത്തു പറയാൻ കാരണം
യേശു ക്രിസ്തു ഒരു പ്രാവശ്യമാണ് പാപപരിഹാരാർത്ഥമായിട്ട് ബലിയർപ്പിക്കപ്പെട്ടത്. അത് ഒരു പ്രാവശ്യമേ ഉള്ളൂ എന്ന് എടുത്തു പറയാൻ വേണ്ടിയാണ് മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതാണ് നിയമം. 5 പ്രാവശ്യം മരിക്കണ്ട, 6 പ്രാവശ്യം മരിക്കണ്ട. അവൻ ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു, ഇനി അവൻ വരുമല്ലോ, അവൻ വീണ്ടും വരും. പാപപരിഹാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്, കാത്തിരിക്കണം. ചിലർ കാത്തിരിക്കുന്നില്ല. കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനൊരുങ്ങിയിരിക്കണം. കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് രണ്ടാമത് വരുന്നത്. പാപങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ബലി ഒരു പ്രാവശ്യം മതി എന്നും അത് യേശുക്രിസ്തു നിർവഹിച്ചു കഴിഞ്ഞു എന്നും വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം പാപപരിഹാരാർത്ഥമുള്ള ബലി ഒരു പ്രാവശ്യം മതി, അത് യേശു പൂർത്തീകരിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് പാപങ്ങൾക്ക് വേണ്ടി ഇനിയും കൂടെ കൂടെ ബലി അർപ്പിക്കേണ്ടതില്ല. പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് പുതുജീവനിലേക്ക് പ്രവേശിച്ചവർ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടി? അവൻ വീണ്ടും വരുന്നതിനെ കാത്തിരിക്കണം. നമുക്ക് വേണ്ടി പണിതിരിക്കുന്ന ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം കാത്തിരിക്കണം. ആ കാത്തിരിപ്പ് ആകാംക്ഷാപൂർവമായിരിക്കണം. വരുമ്പോൾ വരട്ടെ എന്നല്ല, ആകാംക്ഷാപൂർവം കാത്തിരിക്കണം. ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും നേരിടുന്നവർക്ക് ആകാംക്ഷാപൂർവം കാത്തിരിക്കുവാൻ സാധിക്കാതെ വരും. നാം കാത്തിരിക്കേണ്ടവരാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് രണ്ടാം വരവുമായി ബന്ധപ്പെട്ട ചില മനോഭാവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എങ്ങനെയൊക്കെയാണ് ആയിരിക്കേണ്ടത്, എന്താണ് കാത്തിരിക്കേണ്ടത് നമ്മൾ അറിയണ്ടേ. ഒന്ന്, വിചാരകത്വത്തെക്കുറിച്ച് ബൈബിളിലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നൊരു ഭാഗമുണ്ട്. നമുക്കൊന്ന് ചിന്തിക്കാം, ധ്യാനിക്കാം. ലൂക്ക 19-ാം അധ്യായത്തിൽ 17-ാം വാക്യം പറയുന്നു, അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യത്തിൽ നീ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് നീ 10 നഗരങ്ങളുടെ മേൽ അധികാരിയായിരിക്കും. 17-ാമത്തെ വാക്യമാണ്. അതിൻ്റെ സംഭവം ഇങ്ങനെയാണ്. ഒരു പ്രഭു ഭൃത്യന്മാരെ നാണയമേൽപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഒരു ഉപമയായിട്ട് യേശു കർത്താവ് ഈ 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരാൾക്ക് 10, മറ്റൊരാൾക്ക് 5, വേറൊരാൾക്ക് 1 നാണയങ്ങളെല്ലാം നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവേ. പ്രഭു രാജപദവി സ്വീകരിക്കുവാനായിട്ട് പോയി. തിരികെ വന്നപ്പോൾ ഭൃത്യന്മാരെ വിളിച്ച് കണക്കൊക്കെ ചോദിച്ചു. ഒന്നാമൻ കണക്ക് അവതരിപ്പിച്ചു. അയാൾ 10 കോടി സമ്പാദിച്ചിരിക്കുന്നു. പ്രഭു പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ അധികാരിയായിരിക്കുക. രണ്ടാമൻ 5 കോടിയാണ് സമ്പാദിച്ചത്. അവനോട് പറഞ്ഞു, 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കുക. മൂന്നാമൻ ഒന്നും സമ്പാദിച്ചില്ല, കിട്ടിയ ഒരു നാണയം തുണിയിൽ പൊതിഞ്ഞ് വച്ചിരിക്കുകയായിരുന്നു. അവനെ പ്രഭു വിളിക്കുന്നത് ദുഷ്ടഭൃത്യ എന്നായിരുന്നു. പ്രഭു തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന ഭൃത്യന്മാർ വിശ്വസ്തയോടുകൂടി തങ്ങളെ ഏൽപ്പിച്ച താലന്തുകൾ വർദ്ധിപ്പിക്കണമായിരുന്നു. നമ്മുടെ കാര്യമായി പറയുന്നത്, നമ്മൾ നമ്മുടെ യജമാനനായ യേശുക്രിസ്തുവിൻ്റെ വരവിനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. നമുക്ക് നൽകിയിട്ടുള്ള കൃപാവരങ്ങളെ നാം ഉജ്ജ്വലിപ്പിക്കണം. ആത്മീയ വേലകളിൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കണം. പുതുജീവനിൽ വളരണം. നമുക്ക് തീർച്ചയായിട്ടും പ്രതിഫലം ലഭിക്കും. വിശ്വസ്തനെന്ന് നാം വിളിക്കപ്പെടും. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം.
വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ബഹളമൊന്നും ഉണ്ടാക്കേണ്ട. ഒരു ക്ഷമയോടുകൂടി കാത്തിരിക്കണം. നാം കർത്താവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നാൽ കർത്താവ് തന്നെ നമ്മളെ പരിപാലിക്കുകയും നമ്മളെ കുറ്റമില്ലാത്തവരായി കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് യാതൊരുവിധ ആത്മീയ നന്മകളുടെയും കുറവില്ല എന്നാണ് പൗലോസ് കൊറിന്ത്യക്കാരോട് എഴുതുമ്പോൾ പറയുന്നത്. ഒരു കുറവും നിങ്ങൾക്കില്ല ആത്മീയമായ നിലയിൽ. 1 കൊറിന്ത്യർ 1:8 പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. നമ്മളെ കർത്താവ് അങ്ങ് പരിപാലിച്ചോളും എന്ന് അർത്ഥം. മൂന്നാമതൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ആരെയും മുൻകൂട്ടി വിധിക്കരുത്. നാം മുൻകൂട്ടി ആരെയും വിധിക്കരുത്. അന്ധകാരത്തിൽ ചിലതൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ട്. ഹൃദയരഹസ്യങ്ങളും നമുക്കറിയത്തില്ലല്ലോ. ആരെയും വിധിക്കുവാൻ നാം യോഗ്യരല്ല. 1 കൊരിന്ത്യർ 4:5 ആ വാക്യം ഇങ്ങനെ പറയുന്നത്, മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്, കർത്താവ് വരുന്നത് വരെ കാത്തിരിക്കുവിൻ. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഇന്നാര് അയ്യോ അവനെത്ര നല്ലവനാ എന്ന് നമ്മൾ പ്രഖ്യാപിക്കണ്ട, അയ്യോ അവനെത്ര ദുഷ്ടനാ നമ്മൾ പ്രഖ്യാപിക്കണ്ട. കാരണം ഒത്തിരി കാര്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്, നമുക്കറിയത്തില്ല. ഹൃദയ വിചാരങ്ങളും ഒന്നും നമ്മൾ അറിയുന്നില്ല. കർത്താവ് വരുമ്പോൾ കർത്താവിനതെല്ലാം അറിയാം. അതനുസരിച്ച് കർത്താവ് വിധിച്ചോളും. കർത്താവിൻ്റെ വിധി വരെ നമ്മൾ കാത്തിരുന്നാൽ മതി. നമ്മളെന്തിനാ വിധിക്കാൻ പോകുന്നത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അവരെ വിധിക്കാൻ? നമ്മളെ ആരെ വിധിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. നാലാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതം അനിന്യമായ ഒരു ജീവിതമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. നമ്മുടെ ആത്മാവും ജീവനും ശരീരവും അവികലമായിരിക്കണം, വിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കണം. 1 തെസ്സലോനിക്ക 5:23-24 വാക്യങ്ങളിൽ പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ വികലം ആയി പോകരുത്, അവികലമായിരിക്കണം, പൂർണ്ണമായിരിക്കണം, വിശുദ്ധമായിരിക്കണം എന്ന് ചുരുക്കം. ഈ വാചകത്തിലെ പൗലോസ് നമ്മുടെ ശരീരഘടനയിൽ ആത്മാവ്, ജീവൻ, ശരീരം ഈ 3 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ശരി തന്നെയാണ്, പൗലോസ് അത് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ശരി തന്നെയാണ്. എപ്പോഴും നമ്മളങ്ങനെ ഉപയോഗിക്കും, ആത്മാവ്, ജീവൻ, ശരീരം. എന്നാൽ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ, ബൈബിളിൽ തന്നെ ചില ഭാഗത്ത് പറയുമ്പോൾ ആത്മാവും ശരീരവും എന്ന് മാത്രം പറയാറുണ്ട്. ജീവൻ എന്നുള്ള വാക്ക് അവിടെ വിടാറുണ്ട്. അതിന് കാരണം ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സ്വഭാവമാണ്, അതിൻ്റെ പ്രത്യേകതയാണ് ജീവനെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജീവൻ എന്നുള്ള വാക്ക് എടുത്ത് പറയാത്തത്. പക്ഷേ ആത്മാവ്, ജീവൻ, ശരീരം ഈ 3 ഘടകങ്ങളെ ചേർത്താണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ജീവനില്ലെങ്കിൽ മനുഷ്യനല്ലല്ലോ. അപ്പോൾ അത് എടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആത്മാവ്, ജീവൻ, ശരീരം, ആത്മാവും ശരീരവും എന്ന് മാത്രവും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ജീവനുള്ള ആത്മാവ് ശരീരം എന്ന് ഉദ്ദേശിച്ചാണത് പറയുന്നത് എന്നർത്ഥം. ഇതാണ് എൻ്റെ കോമ്പിനേഷൻ. അത് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിളിൽ എല്ലായിടത്തും അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ചില ഭാഗങ്ങളിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. 5-മത്തെ ഒരു കാര്യം, നമ്മൾ കാത്തിരിക്കുമ്പോൾ പ്രമാണങ്ങളെല്ലാം നമ്മളെ കാത്ത് സൂക്ഷിക്കണം. പ്രമാണങ്ങളെല്ലാം കാത്ത് സൂക്ഷിക്കണം. 10 കൽപ്പനയുണ്ടെങ്കിൽ 9 എണ്ണം ഞാൻ എല്ലാം 9 എണ്ണം ചെയ്തു, ഒരെണ്ണത്തിന് മാർക്ക് കുറയും. കുട്ടികളൊക്കെ പരീക്ഷ എഴുതുമ്പോൾ 100 എഴുതിയിട്ടുണ്ട്, ഒരെണ്ണം അവിടെ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ 1 മാർക്ക് കുറയുമല്ലോ. അതുപോലെ 1 മാർക്ക് കുറയുന്ന കാര്യമല്ല ഇത്. പൂർണ്ണമായിട്ട് ശരിയാണെങ്കിലേ ജയിച്ച് അങ്ങോട്ട് കയറത്തുള്ളൂ. അത് ഓർത്തോണം. അല്ലാതെ
10 കൽപ്പനയിൽ 9 കൽപ്പന പാലിച്ചെന്ന് പറഞ്ഞാൽ കയറത്തില്ല. ഒരു കൽപ്പന ലംഘിച്ചാലും എല്ലാം ലംഘിച്ചതുപോലെ തന്നെയാണെന്ന് ബൈബിളിൽ വിശദീകരിച്ചിട്ടുണ്ട്. മോശ വഴി കർത്താവ് നമുക്ക് എഴുതി നൽകിയിട്ടുള്ള കൽപ്പനകളെല്ലാം അനുസരിക്കണം. നമ്മുടെ സൗകര്യം നോക്കി അവയോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ അരുത്. നമ്മുടെ ജീവിത സുഖങ്ങൾക്ക് വേണ്ടി നമ്മുടെ താല്പര്യപ്രകാരം വ്യാഖ്യാനിക്കാനുള്ളതല്ല അവ. അനുസരിക്കാൻ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അനുസരണം. 1 തിമോഥെയോസ് 6:14 കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് വരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം. പ്രമാണങ്ങളെല്ലാം. 6ാമത്തെ ഒരു കാര്യം, നമുക്ക് അനുഗ്രഹപൂർണമായൊരു പ്രത്യാശ നമുക്കുള്ളത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ മൂലം നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ദൈവഭക്തിയോടെ ജീവിക്കുവാൻ അത് നമ്മളെ പരിശീലിപ്പിക്കുന്നു. തീത്തോസിൻ്റെ ലേഖനത്തിൽ 2:13 നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. 7ാമതൊരു കാര്യം, നാം യേശുക്രിസ്തുവിൽ വസിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കും. 1 യോഹന്നാൻ 1:28 കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവീൻ. അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവനിൽ നിന്ന് ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് തീർച്ചയാക്കാം. ഇനിയും നമ്മൾ ചിന്തിക്കുന്നത് ആ വാചകത്തിൽ 6ാമത്തെ വാക്യമാണ് നമ്മളിന്ന് നോക്കിയത്. നിങ്ങളിൽ സൽപ്രവർത്തികൾ ആരംഭിച്ചവൻ എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ സൽപ്രവർത്തികൾ നമ്മളിൽ ആരംഭിച്ചത് ആരായിരിക്കും? അതൊക്കെ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചും ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുണ്ട്. നമ്മളിൽ സൽപ്രവർത്തികൾ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവാണ്. എന്തെല്ലാമാണ് ഈ സൽപ്രവർത്തികളുടെ പ്രത്യേകതകൾ? ഒരു കാര്യം, 1 ദൈവത്തെ മഹത്വപ്പെടുത്തുക. മത്തായി 5:16 പറയുന്നു, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. യഥാർത്ഥത്തിൽ നാം സൽപ്രവൃത്തികൾ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാനല്ല, നമുക്ക് പ്രശംസ ലഭിക്കാനും അല്ല. മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലം ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, പിന്നെ ഒരു പ്രതിഫലമില്ല. എന്നാൽ നാം സൽപ്രവൃത്തികൾ ചെയ്യണം, അത് ദൈവമഹത്വത്തിനായിരിക്കണം. നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് മാതൃകയും ആയിരിക്കണം. 2ാമത്തെ ഒരു കാര്യം, ജീവിതം ധന്യമാക്കുക. സൽപ്രവൃത്തികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം ധന്യമാക്കുക. 1 തിമോഥെയോസ് 6:17-18 വാക്യങ്ങളിൽ പറയുന്നു, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്കനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉത്ബോധിപ്പിക്കുക. അവർ നന്മ ചെയ്യണം, സൽപ്രവർത്തികളിൽ സമ്പന്നരും വിശാലമനസ്കരും ഉദാരമതികളും ആയിരിക്കുകയും വേണം. നമ്മുടെ സമ്പത്തുകൾ ദൈവത്തിൽ അർപ്പിക്കുകയാണ് വേണ്ടത്. സമ്പത്ത് അനിശ്ചിതമാണ്, അതിൽ നാം പ്രതീക്ഷ വയ്ക്കരുത്. നാം സമ്പന്നരാകേണ്ടത് സൽപ്രവർത്തികളിലാണ്. വിശാലമനസ്കരായിരിക്കണം, ഉദാരമതികൾ ആയിരിക്കണം. സുഭാഷിതങ്ങൾ 19:17 പറയുന്നു, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. അത് നമ്മൾ ഓർത്തോണം, നമ്മൾ കർത്താവിന് കടം കൊടുക്കുകയാണ്.
മൂന്നാമതൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ അനുകരിക്കാൻ ഒരു മാതൃക നൽകണം. സൽപ്രവൃത്തികൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ്. നമ്മുടെ പ്രവൃത്തികൾ മാതൃകാപരമായിരിക്കണം. നമ്മുടെ ജീവിതം തന്നെ മാതൃകയായിരിക്കണം. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. തീത്തോസ് 2:6-7 വാക്യങ്ങളിൽ നീ എല്ലാ വിധത്തിലും സൽപ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക. നിൻ്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധതയും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതിയും പ്രകടമാക്കുക. നമ്മുടെ സംസാര രീതിയുടെ കാര്യത്തിൽ എടുത്തു പറയുന്നുണ്ട്, നിർദോഷമായ സംസാര രീതി നമുക്കുണ്ടായിരിക്കണം. സുഭാഷിതങ്ങൾ 15:1-2. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു. വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു. വിഡ്ഢിയുടെ അധരങ്ങൾ ഭോഷത്വം വർഷിക്കുന്നു. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു. ആരെന്ത് ചോദിച്ചാലും നമ്മൾ മറുപടി പറയുമ്പോൾ അത് സൗമ്യമായിട്ട് പറയണം. ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ക്രോധമൊന്നും നമ്മൾ കാണിക്കേണ്ട. നമ്മൾ സൗമ്യമായിട്ട് മറുപടി പറയണം. നാലാമതൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകണം. സ്നേഹത്തോടെ ജീവിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ നമ്മൾ പ്രേരിപ്പിക്കുകയും വേണം. ഹെബ്രായർ 10:24 പറയുന്നു, സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. അപ്പോൾ നമ്മൾ നല്ല കാര്യം ചെയ്യുന്നു, അത് കൊള്ളാം. മറ്റുള്ളവരെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യാനും സ്നേഹത്തോട് ജീവിക്കാനും അവർക്കൊരു പ്രേരണ നൽകുവാൻ നമുക്കെന്തെങ്കിലും പ്രായോഗികമായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മൾ നോക്കി അങ്ങനെ ചെയ്യണം. പരസ്പരം ഉത്സാഹം വരുത്തുവാനുള്ള സാധ്യതകളെ നാം കണ്ടുപിടിക്കുകയും അത് പ്രായോഗികമാക്കുകയും വേണം. അഞ്ചാമതൊരു കാര്യം, പലരും നമ്മൾ ദുഷ്കർമ്മികളാണെന്ന് വെറുതെ അങ്ങ് പറയും. അങ്ങനെ ദുഷ്കർമ്മികളാണെന്ന് പറയാൻ ഉള്ള സാധ്യത ഇല്ലാതാക്കണം. 1 പത്രോസ് 2:12 പറയുന്നു, വിജാതിയരുടെ ഇടയിൽ നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ. നിങ്ങൾ ദുഷ്കർമ്മികളാണെന്ന് നിങ്ങൾക്കെതിരായി പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് പ്രത്യാഗമന ദിവസം ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മൾ പറയുമ്പോൾ ആൾക്കാർ നമ്മളെ ഇപ്പം കുറ്റം പറയും, പക്ഷെ പിന്നീട് അവർ മനസ്സിലാക്കും നമ്മൾ നല്ല കാര്യമാണ് ചെയ്തതെന്ന്. പലരും നമ്മൾ ദുഷ്കർമ്മികളാണെന്ന് പറയും. നമ്മുടെ നല്ല പ്രവൃത്തികളും പെരുമാറ്റവും അവർക്ക് മാതൃകയായി തീരുകയും പ്രത്യാഗമന ദിവസം ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാക്കുകയും ചെയ്യും. ഒരു ദിവസം വരുമല്ലോ, അന്ന് നമ്മളെക്കുറിച്ച് അവർ മനസ്സിലാകും. ഇനി സൽപ്രവൃത്തികൾ ചെയ്യണമെന്നൊക്കെ നമ്മളിവിടെ പറഞ്ഞു. പക്ഷെങ്കിൽ ആ സൽപ്രവൃത്തികളെ ചില ഉദാഹരണങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നത് നല്ലതായിരിക്കും. ചില ദൃഷ്ടാന്തങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു വിടാം. 1 മത്തായി 25:35-36 വാക്യങ്ങളിൽ യേശു പറയുന്നൊരു വാക്യമാണ്, എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, കർത്താവ് പറയുകയാണ്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അവസാന വിധിയെക്കുറിച്ച് യേശു കർത്താവ് തന്നെ പറയുന്ന കാര്യങ്ങളാണിവ. മനുഷ്യപുത്രൻ മഹിമയുടെ സിംഹാസനത്തിൽ, ഓരോ സിംഹാസനത്തിൽ പ്രത്യേക പേരുണ്ട്. ഇപ്പോൾ ദൈവം കർത്താവ് ഇരിക്കുന്ന സിംഹാസനത്തിന് കൃപയുടെ സിംഹാസനം എന്നാണ് പറയുന്നത്. വിധിക്കാൻ വരുമ്പോൾ ആ സിംഹാസനത്തിൻ്റെ പേരാണ് മഹിമയുടെ സിംഹാസനം. മനുഷ്യപുത്രൻ മഹിമയുടെ സിംഹാസനത്തിലിരിക്കുമ്പോൾ ഓരോരുത്തരും ചെയ്ത പ്രവൃത്തികൾ അനുസരിച്ച് ഇടത്തും വലത്തുമായിട്ട് വേർതിരിക്കും. 6 സൽപ്രവൃത്തികളാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. സുഭാഷിതങ്ങൾ 3:27-28 വാക്യങ്ങളിൽ പറയുന്നു, നിനക്ക് ചെയ്യുവാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിൻ്റെ കൈവശം ഉണ്ടായിരിക്കെ പോയി വീണ്ടും വരിക,
നാളെ തരാം എന്ന് പറയരുത്. കൊടുക്കുക എന്നുള്ള ഒരു കാര്യമായി ഈശ്വർത്താവ് നമ്മളോട് പഠിപ്പിച്ചത്. ചോദിക്കുന്നവർ കൊടുക്ക്, തിരിച്ച് കിട്ടുമെന്നൊന്നും അന്നേരം വിചാരിക്കണ്ട. രണ്ടാമത്തെ ഒരു കാര്യം, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 36-ാം വാക്യത്തിൽ യോപ്പായിൽ തബീത്ത എന്ന് പേരായ ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം. സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു. ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു. പത്രോസ് ആ പ്രദേശത്തുണ്ടായിരുന്നു. അവർ പത്രോസിനെ വിളിപ്പിച്ച് മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോയി. മരിച്ചു കഴിയുമ്പോൾ മുകളിലത്തെ നിലയിലാണ് സാധാരണ അവിടെ കിടത്തുക പതിവ്. വിധവകളെല്ലാം വിലപിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. തബീത്ത നിർമ്മിച്ച വസ്ത്രങ്ങൾ, മേലങ്കികൾ അവർ അവനെ കാണിച്ചു. പത്രോസ് തബീത്തായെ ജീവനുള്ളവളായി എഴുന്നേൽപ്പിച്ച് അവരെ ഏൽപ്പിച്ചു. അവൾ എന്തെല്ലാം ചെയ്ത് ഓരോരുത്തർക്കും അങ്ങനെ കൊടുക്കുക, വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി. അവൾക്ക് അതിന് കഴിവുണ്ട്, അവളതെല്ലാം ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അതെല്ലാം പത്രോസിനെ കാണിച്ചു. അത് കണ്ടാലും കണ്ടില്ലേലും പത്രോസ് ഉയർപ്പിച്ചു. അതൊരു വേറൊരു കാര്യമെങ്കിലും അവൾ ചെയ്ത ദാനധർമ്മങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമതൊരു എക്സാമ്പിള് വെളിപാട് 2:2. നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. വലത്ത് കൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിക്കുന്നവനും 7 സ്വർണ്ണദീപങ്ങൾക്ക് മധ്യേ നിൽക്കുന്നവനുമായ മനുഷ്യപുത്രനാണ് എഫേസസിലെ സഭയുടെ ദൂതനോട് ഇങ്ങനെ പറയുന്നത്. നമ്മുടെ സഭയുടെ പ്രവൃത്തികളും പ്രയത്നങ്ങളും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. വ്യാജ അപ്പോസ്തലന്മാരെ പരിശോധിച്ച് തിരിച്ചറിഞ്ഞതും പ്രശംസ യോഗ്യമത്രേ. പൗലോസ് പത്രോസൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് വ്യാജമായ പ്രവാചകന്മാർ വ്യാജമായ രീതിയിലുള്ള ടീച്ചിങ്സ് പഠിപ്പിയവരൊക്കെ കൊണ്ടുവന്ന് അവിടെയൊക്കെ ഇറക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോണം. ആരൊക്കെയാണ് ഈ കള്ളം പറയുന്നത്? ബൈബിളില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ബൈബിളിലെ വാക്യങ്ങൾ അതനുസരിച്ച് തന്നെ പഠിച്ച് സത്യത്തെ നമ്മൾ നിലനിൽക്കേണ്ടതാണ്. ആരൊക്കെയാണ് കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ വരുന്നത് നമ്മൾ കണ്ടുപിടിച്ച് അവരെ മാറ്റി നിർത്തേണ്ടതാണ്. പൗലോസ് പഠിപ്പിച്ചതിനെതിരായി പഠിപ്പിക്കുന്ന വ്യാജ അപ്പോസ്തലന്മാരും വ്യാജ പ്രവാചകന്മാരും ഇറങ്ങി വിശ്വാസികളെ വഴിതെറ്റിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് പൗലോസും പത്രോസും നൽകുന്നുണ്ട്. അതുകൊണ്ട് തെറ്റിലേക്ക് വീഴാതെ നാം ശ്രദ്ധിക്കണം. സത്യം വെളിവാക്കി തരാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഓരോരുത്തർ ഇങ്ങനെ വന്ന് അതാണ് ഇതാണെന്നൊക്കെ പറയും. നമ്മൾ ബൈബിളൊന്ന് പരിശോധിക്കണം. ബൈബിളൊക്കെ വായിച്ചിരുന്നാൽ നല്ലതാണ്. പരിശോധിച്ചാൽ അതിൻ്റെ അകത്ത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അങ്ങ് നോക്കിയാൽ മതി. വേറെ ഒരാൾ വന്നാൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞെന്നൊന്നും പറഞ്ഞല്ല നമ്മളത് സ്വീകരിക്കുകയൊന്നും വേണ്ട. ബൈബിൾ അനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ദിനം നാം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കണം. ആ ദിനം ആസന്നമാണ്. അത് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. 2ാം വരവുമായി ബന്ധപ്പെട്ട ചില മനോഭാവങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. നാം മുൻകൂട്ടി ആരെയും വിധിക്കരുത്. നമുക്ക് അനന്യമായ ഒരു ജീവിതം ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രത്യാശ അനുഗ്രഹപൂർണ്ണമാണ്. നാം യേശുക്രിസ്തുവിൽ വസിക്കണം. നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതം ധന്യമാക്കണം. മാതൃക നൽകണം. പ്രോത്സാഹനം നൽകണം. പരിശുദ്ധാത്മാവ് പ്രത്യാശയിൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. 161-ാമത്തെ അടുത്ത എപ്പിസോഡിൽ ഫിലിപ്പിയർ 1-ന്റെ 7-ാം വാക്യം മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. എല്ലാം യേശുക്രിസ്തു നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.